വയനാടിനെ ചേർത്ത് പിടിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കേന്ദ്രം ഒപ്പമുണ്ടാകുമെന്ന ഉറപ്പുകൂടി നൽകിയാണ് മോദി മടങ്ങിയത്. വയനാട്ടിലേത് സാധാരണ ദുരന്തമല്ലെന്ന് പ്രധാനമന്ത്രി വ്യക്തമാക്കി. ദുരന്ത നിവാരണത്തിന് കേന്ദ്രം സംസ്ഥാന സർക്കാരിനൊപ്പമുണ്ടാകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ദുരന്ത മേഖലകൾ സന്ദർശിച്ചു കഴിഞ്ഞ് വയനാട് കളക്ടറേറ്റിൽ ചേർന്ന അവലോകന യോഗത്തിൽ സംസാരിച്ചപ്പോഴായിരുന്നു പ്രധാനമന്ത്രി തന്റെ നിലപാട് വ്യക്തമാക്കിയത്. സംഭവത്തെക്കുറിച്ച് അറിഞ്ഞപ്പോൾ മുതൽ വിവരങ്ങൾ തേടുന്നുണ്ടായിരുന്നു. സഹായിക്കാൻ കഴിയുമായിരുന്ന എല്ലാ കേന്ദ്ര ഏജൻസികളെയും സംഭവ സ്ഥലത്തേക്ക് അയച്ചു. ഇത് സാധാരണ ദുരന്തമല്ല. 1000-ഓളം കുടുംബങ്ങളുടെ സ്വപ്നങ്ങളാണ് തകർന്നത്. സ്ഥലത്തെ അവസ്ഥ നേരിൽ കണ്ടു. ദുരന്തം നേരിട്ടവരെ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ എത്തിക്കണ്ടു. പരിക്കേറ്റവരെ ആശുപത്രിയിൽ സന്ദർശിച്ചുവെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ദുരന്തമുണ്ടായ ദിവസം രാവിലെ തന്നെ ഞാൻ മുഖ്യമന്ത്രി പിണറായി വിജയനുമായി സംസാരിച്ചു. സഹായം നൽകുമെന്നും എത്രയും പെട്ടെന്ന് സംഭവ സ്ഥലത്തെത്തുമെന്നും ഉറപ്പ് നൽകി. NDRF, SDRF, സൈന്യം, പോലീസ്, ഡോക്ടർമാർ എല്ലാവരും ദുരന്ത ബാധിതരെ സഹായിക്കാൻ ശ്രമിച്ചു. നിങ്ങൾ ഒറ്റയ്ക്കല്ല എന്ന ഉറപ്പാണ് മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് നൽകാനുള്ളത്. നമ്മളെല്ലാവരും അവർക്കൊപ്പമുണ്ട്. കേന്ദ്രം കേരള സർക്കാരിനൊപ്പമുണ്ടെന്നും പണത്തിന്റെ അഭാവത്തിന്റെ മൂലം പുനരധിവാസ പ്രവർത്തനങ്ങൾ തടസ്സപ്പെടുന്നില്ല എന്ന് ഉറപ്പാക്കുമെന്നും മോദി ഉറപ്പു നൽകി. ദുരിതബാധിതരെ സഹായിക്കുന്നതിനാണ് ഇപ്പോൾ പ്രഥമ പരിഗണന. ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് കേന്ദ്രം സാധ്യമായ എല്ലാ പിന്തുണയും വാഗ്ദാനം ചെയ്യുന്നു. കേന്ദ്രവും സംസ്ഥാനവും ദുരിതബാധിതർക്കൊപ്പമുണ്ടെന്ന ഉറപ്പാണ് ഇപ്പോൾ നൽകാനുള്ളത്. വിശദമായ നിവേദനം കേന്ദ്രത്തിനു മുന്നിൽ മുഖ്യമന്ത്രി സമർപ്പിച്ചിട്ടുണ്ട്. പുനരധിവാസം നാടിന്റെ ഉത്തരവാദിത്തമാണ്. നാം എല്ലാവരും ഒരുമിച്ച് കൈകോർക്കാമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. സൈന്യം ചൂരൽമലയിൽ നിർമ്മിച്ച ബെയിലി പാലത്തിലൂടെ പ്രധാനമന്ത്രി നടക്കുകയും എല്ലാ കാര്യങ്ങളും ചോദിച്ചറിയുകയും ചെയ്തിരുന്നു. ദുരന്തബാധിതരെ പോയി കാണുകയും എല്ലാവരോടും സംസാരിക്കുകയും ഒക്കെ ചെയ്ത ശേഷമാണ് വയനാട് കളക്ടറേറ്റിൽ ചേർന്ന യോഗത്തിൽ പ്രധാനമന്ത്രി കേന്ദ്ര നിലപാട് വ്യക്തമാക്കിയത്. വലിയൊരാശ്വാസമാണ് ഇപ്പോൾ കേന്ദ്രം ഒപ്പമുണ്ടാകുമെന്ന് പ്രധാനമന്ത്രി തന്നെ വ്യക്തമാക്കുമ്പോൾ കേരളത്തിനുള്ളത്. രാഷ്ട്രീയം മറന്ന് എല്ലാവരും കൈകോർത്ത് നിൽക്കണമെന്ന് തന്നെയാണ് പ്രധാനമന്ത്രിയും ആഹ്വാനം ചെയ്തിരിക്കുന്നത്. ഒരു ബുദ്ധിമുട്ടും അവർക്കുണ്ടാകില്ല, പണത്തിന്റെ ഒരു കുറവും ഉണ്ടാകില്ല എന്നും കേന്ദ്രം വ്യക്തമാക്കുകയാണ്. ഇനിയിപ്പോൾ കേരളം 200 കോടിയാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇതിൽ എന്ത് തീരുമാനം ഉണ്ടാകുമെന്നത് പിന്നീട് വ്യക്തമാകും. എന്തായാലും ഇപ്പോഴത്തെ ഒരവസ്ഥയിൽ പ്രധാനമന്ത്രി നേരിട്ടെത്തി ദുരന്തബാധിതരോട് സംസാരിക്കുകയും അവരുടെ പ്രശ്നങ്ങൾ കേട്ടറിയുകയും ഒക്കെ ചെയ്തത് തന്നെ ദുരന്തബാധിതർക്ക് വലിയൊരു ആശ്വാസമായിട്ടുണ്ട്. പ്രധാനമന്ത്രി നേരിട്ടെത്തിയതാണ് അവർക്ക് പ്രതീക്ഷയ്ക്ക് വക നൽകുന്നത്. നമുക്കറിയാം, മുൻപും നമ്മൾ പല ദുരന്തങ്ങൾ കണ്ടിട്ടുണ്ട്. അതിലൊക്കെ പുനരധിവാസം ഇപ്പോഴും പാതി വഴിയിൽ കിടക്കുകയാണ്. എന്നാൽ മുണ്ടക്കൈയിലും ചൂരൽമലയിലെങ്കിലും കൃത്യമായ രീതിയിൽ അവർക്ക് വേണ്ടത് എന്തൊക്കെയാണോ അതൊക്കെ കണ്ടറിഞ്ഞ് ചെയ്യാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് കഴിയട്ടെ. സകലതും നഷ്ടപ്പെട്ട മനുഷ്യരാണ്. അവരെ കൂടുതൽ വേദനിപ്പിക്കുകയല്ല, പകരം ചേർത്ത് പിടിക്കുകയാണ് ചെയ്യേണ്ടത്. അതിന് സർക്കാരുകൾ മാത്രമല്ല, നമ്മൾ ഓരോ മലയാളികളും ഒപ്പം ഉണ്ടാകണമെന്നുകൂടി വ്യക്തമാക്കുകയാണ്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.